കനത്ത ചൂടിൽ വലഞ്ഞ് സംസ്ഥാനത്തെ ക്ഷീരമേഖലയും പശുക്കൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പാലുൽപാദനത്തിലെ കുറവും ക്ഷീര കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പച്ചപ്പുൽ ക്ഷാമവും ശുദ്ധജലക്ഷാമവും പ്രശ്നം രൂക്ഷമാക്കുകയാണ്. വയനാട്ടിൽ നിന്ന് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉയർന്ന ചൂട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ക്ഷീര കർഷകരാണ്. പശുക്കൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ, ആവശ്യത്തിന് പച്ചപ്പുല്ല് കിട്ടാത്തത്, പലയിടത്തും ശുദ്ധജലക്ഷാമം, ഇങ്ങനെ പല പ്രതിസന്ധികളിലൂടെയാണ് ക്ഷീര കർഷകർ കടന്നു പോകുന്നത്. രണ്ട് ക്ഷീര കർഷകരാണ് എന്നോടൊപ്പമുള്ളത്. എന്താ ഇപ്പോൾ പശുക്കൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്? നമ്മളിപ്പോൾ വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഫെബ്രുവരി മാസം ഒരു 15 കഴിഞ്ഞതിന് ശേഷം അന്തരീക്ഷത്തിലുണ്ടായ താപനില വളരെയേറെ ഉയരുകയും അത് പശുവിനെ വളരെയേറെ ബാധിക്കുകയും ചെയ്തു. പശുക്കളുടെ മതിലക്ഷണം അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വരുന്നത്. ഒരു പശുവിന് തന്നെ ഒരു 24 മണിക്കൂർ മാക്സിമം മതി നിൽക്കേണ്ടത് അത് 48 മണിക്കൂർ 72 മണിക്കൂർ വരെയൊക്കെ മതി നിൽക്കുകയാണ്. അത് കുത്തിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കുന്നില്ല. ബോഡി ഓവർ ഹീറ്റായിട്ട് ഉഷ്ണരോഗങ്ങൾ കൂടുതൽ, പാലുൽപാദനം പകുതിയിലേറെ കുറഞ്ഞു. എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? അതിപ്പോൾ എത്രയായി? ഏകദേശം ഒരു 100-120 ലിറ്റർ പാലോളം അളന്നത് ഇപ്പോൾ ഏകദേശം 60 ലിറ്റർ 70 ലിറ്റർ പാലിലേക്ക് താഴ്ന്നു. പാല് രോഗങ്ങൾ കൂടുകയാണ്. പിന്നെ പുല്ലിനാണെങ്കിൽ ഭയങ്കര ക്ഷാമം. ഇതുങ്ങളുടെ ബോഡി ഹീറ്റാകുന്നതിനനുസരിച്ച് പാല് തന്നെ ഈ കൂളറിൽ കൊണ്ട് അളക്കുന്ന ആ സൊസൈറ്റിയിൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പാല് തന്നെ പെട്ടെന്ന് സമയം ലാസ്റ്റ് കിട്ടില്ല. അപ്പം ക്വാളിറ്റീൻ്റെ പ്രശ്നം വരും. എന്താ നിങ്ങളെ ഉൽപ്പാദനത്തിലൊക്കെ വലിയ കുറവ് വന്നു? ഉൽപ്പാദനത്തിൽ ഏകദേശം ഒരു 25% കുറവ് വന്നു. വേനൽ കടുത്തതോടുകൂടി പശുക്കളെ നമുക്ക് ഉൽപ്പാദന ചെലവ് കൂടി. നമുക്ക് കാലിത്തീറ്റകളൊക്കെ എല്ലാം വില വർദ്ധിച്ചു. പുല്ല് നമുക്കിപ്പോൾ പശുക്കളെ പുറത്ത് കൊണ്ടുപോയി കെട്ടി മേയ്ക്കാൻ പറ്റില്ല, കാരണം വേനൽ കടുത്തോടുകൂടി ഇതായി. പിന്നെ പുല്ല് കുറവാണ്, അത് അരിഞ്ഞുകൊണ്ടെന്ന് നമ്മളിവിടെ ഉൽപ്പാദന ചെലവ് കൂടി. ഇപ്പം മിൽമയെ സംബന്ധിച്ച് ഈ സമയത്ത് കർഷകന് താങ്ങായി നിൽക്കേണ്ട ഒരു സ്ഥാപനം മിൽമയാണ്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ അളക്കുന്ന പാലിനൊക്കെ 40 രൂപയാണ് മാക്സിമം വില കിട്ടുന്നത്. സൊസൈറ്റിയിൽ നമ്മൾ അളക്കുമ്പോൾ സൊസൈറ്റി നമുക്ക് തരുന്ന വില 40, പക്ഷേ പുറത്ത് മിൽമ വിൽക്കുന്ന 56 രൂപയ്ക്കാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ മിൽമ അധിക വില തരാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ഇനി പ്രഖ്യാപിക്കുമോ എന്ന് അറിയില്ല. വയനാട്ടിലുള്ള പൊതുവെ എല്ലാ സംഘങ്ങളും ഇവർ കർഷകരെ പരമാവധി ചൂഷണം ചെയ്യുന്നുണ്ട്. കാരണം ഒരു മിനിമം വില എന്നുള്ള ഒരു താരിഫ് ഇതിൽ വന്നിട്ടില്ല. മാക്സിമം വില 56 രൂപ എന്നുള്ള ഇത് ഇടുമ്പോൾ തന്നെ ഈ 56 രൂപ കർഷകന് ഒരിക്കലും ലഭിക്കുന്നില്ല. കർഷകന് 45-ൽ താഴെയാണ് കിട്ടുന്നത്. ഉയർന്ന ചൂട് ക്ഷീരമേഖലയെ ആകെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.